നിന്റെ വീട്ടിലേക്കൊരു വണ്ടി വരാനുണ്ട് മോനെ. ഏത് വണ്ടിയാണെന്നറിയോ? കാറല്ല, ജീപ്പല്ല, നീ ഉപയോഗിച്ച ഒരു വണ്ടിയുമല്ല. സുബ്ഹാനല്ലാഹ്. ആ വണ്ടിയിലേക്ക് നീ കയറാൻ ഇഷ്ടപ്പെട്ടില്ല. നിന്റെ നാട്ടുകാരെ പിടിച്ചങ്ങ് കയറ്റുകയാണ്. കുടുംബക്കാരങ്ങ് പിടിച്ചങ്ങ് കയറ്റുകയാണ്. നിന്റെ മക്കളങ്ങ് പിടിച്ച് കയറ്റുകയാണ്. നീ പറയുന്നു ഞാൻ കയറുന്നില്ല, ഞാൻ കയറുന്നില്ല, ഞങ്ങൾക്കത് കേൾക്കുന്നില്ല. നിന്നെ പിടിച്ച് കയറ്റരുതല്ലേ. പകുതിയിലെത്തുമ്പോ ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇറക്കി വിടുന്ന പ്രശ്നമില്ല. ഞാൻ ആ വണ്ടിയിലേക്ക് കയറുന്നില്ല എന്ന് പറഞ്ഞ് ഓടി ഒളിക്കാൻ ഒരു ഇടമില്ല മോനെ. അത് അവസാനത്തെ യാത്രയാണ്. അതിലൊരു മടക്കയാത്രയില്ല. ഒരു വട്ടം ആ വണ്ടിയിൽ കയറിയാൽ തിരിച്ചു വരുന്ന പ്രശ്നമില്ല കേട്ടോ. ആ വണ്ടിയാണ് പള്ളിയുടെ ഹൗളിന്റെ മുകളിൽ കെട്ടി തൂക്കിയിരിക്കുകയാണ്. നീ ഇഷ്ടപ്പെടുന്നത് നിന്റെ സെഡിലുള്ള വണ്ടിയിൽ കയറാനാണ്. പക്ഷേ നാട്ടുകാർ കയറ്റുന്നത് അതിലാണ് മോനെ. അത് ഏത് വണ്ടിയാണെന്നറിയോ? AC ഇല്ല, കൂളിംഗ് ഇല്ല. ഏതാണെന്നറിയോ? അത് മയ്യത്ത് കട്ടിലാണ്. സുബ്ഹാനല്ലാഹ്. അത് രണ്ട് ഭാഗം ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് നാട്ടുകാരെ കൊണ്ടുപോകുന്നു. അതിന് ഡ്രൈവറുടെ ആവശ്യമില്ല, ലൈസൻസിന്റെ ആവശ്യമില്ല. എല്ലാവരുടെ തോളിലും കയറുന്നു. അതിന് റോഡ് ആവശ്യമില്ല, അതിനൊന്നിനും ആവശ്യമില്ല. അത് വരേണ്ട സമയമാകുമ്പോൾ നിന്റെ വീട്ടിലത് എത്തുന്നതാ. വേറൊരു വിഷയവും അവിടെ ഇല്ല. അത് എത്തുന്നത് മാത്രമല്ല, അതിലൊരു തവണ കയറിയാൽ മടങ്ങി വരുന്ന വിഷയമില്ല. അതിലേക്ക് എല്ലാവരും കയറ്റുമ്പോൾ കുടുംബക്കാർ കരയാനുണ്ട്, നാട്ടുകാർ കരയാനുണ്ട്, കൂട്ടുകാർ കരയാനുണ്ട്. കരഞ്ഞിട്ട് കാര്യമില്ല, അതിൽ പോവുക തന്നെ. എത്ര നന്നായിട്ടാ പാടിത്തരുന്നത്. മയ്യത്തെ കട്ടിൽ തോളിലേക്ക് ഉയരുന്നേ, വരക്കുള്ളിൽ രോദനം ഉയരുന്നേ. എത്ര സത്യമാ